Hello friends, welcome back to Aray's World. ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഫയർലെസ് കുക്കിംഗ് റെസിപ്പിയാണ്. ബ്രെഡും കൊണ്ടാണ് ഞാൻ ഈ സ്വീറ്റ് ഇവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ സ്വീറ്റ് റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നേ പുതിയതായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ വെൽക്കം ടു അറേസ് ഫാമിലി. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ പുതിയതായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഈ ബ്രെഡ് സ്വീറ്റ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ മിൽക്ക് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു 6 പീസ് മിൽക്ക് ബ്രെഡ് എടുക്കാം. എന്നിട്ട് ആദ്യം അതിൻ്റെ സൈഡ്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ സൈഡ്സ് ഒന്നും വേണ്ട, കാരണം അത് ബ്രൗൺ കളറായിട്ടല്ല ഉണ്ടാവുക. നമ്മളിവിടെ ഒരു പിങ്ക് കളറായിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബ്രൗൺ ഒന്നും വേണ്ട. അപ്പോൾ അതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു ബൗൾ, അതായത് ഇതുപോലുള്ള ചെറിയൊരു ഷാർപ്പായിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് ഇതിൻ്റെ ഒരു ഷേപ്പ് ആക്കി എടുക്കുക. അത് പ്രത്യേകിച്ച് നമുക്കിഷ്ടമുള്ള ഒരു ഷേപ്പ്. അപ്പോൾ ഞാനിവിടെ ഒരു സെമി സർക്കിളായിട്ടാണ് ഷേപ്പ് ആക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുള്ളായി വെച്ചിട്ട് റൗണ്ടായിട്ടും ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പാർട്ട് ഉണ്ടല്ലോ, അത് നമ്മൾ കളയുന്നില്ല. അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ സ്വീറ്റിൻ്റെ അവസാനം ആ ബ്രെഡ് പൗഡറിലേക്ക് ഇട്ടൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം അതിവിടെ നമുക്ക് കളയാതെ തന്നെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ 6 പീസ് ബ്രെഡ് ഇതുപോലെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റോസ് സിറപ്പ് തയ്യാറാക്കാം. അപ്പോൾ റോസ് സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 സ്പൂൺ പൗഡർ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 4 തുള്ളി റോസ് എസൻസ് ആണ് ചേർക്കുന്നത്. അപ്പോൾ ഈ റോസ് എസൻസ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ റൂഹ് ഹഫ്സ കിട്ടും, അപ്പോൾ അതായാലും മതി. ഇപ്പോൾ അതെൻ്റെ കയ്യിലില്ലാത്ത കാരണം ഞാൻ പെട്ടെന്ന് ഇതുപോലെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രഷ് ക്രീമാണോ ഉള്ളത് അതെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഓരോരോ ബ്രെഡിലേക്ക് 1 സ്പൂൺ ഈ ഫ്രഷ് ക്രീം അപ്ലൈ ചെയ്ത് അതിന് മുകളിലായിട്ട് ബ്രെഡ് വെച്ച് കൊടുക്കണം. അതായത് ഒരു സാൻഡ്വിച്ചിൻ്റെ രീതിയിൽ നമുക്ക് ഇതൊന്നാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ ബ്രെഡ് പീസസിലും ഇതുപോലെ ഫ്രഷ് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ സാൻഡ്വിച്ച് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു റോസ് സിറപ്പ്, അപ്പോൾ അതിലേക്ക് ഇട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരുപാട് അതിനകത്തേക്ക് ഇങ്ങനെ മുക്കി വെക്കാൻ പാടില്ല. ജസ്റ്റ് ഇട്ടിട്ട് വേഗം നമ്മൾ തിരിച്ചിട്ട് പെട്ടെന്ന് തന്നെ എടുക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ ബ്രെഡെല്ലാം ഒന്ന് അലിഞ്ഞു പോവും. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ബ്രെഡ്സ് എല്ലാം അതിനകത്ത് നിന്ന് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ 3 പീസ് ബ്രെഡും ഇതുപോലെ ഡിപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബ്രെഡ് പൗഡർ നമ്മളാക്കി എടുക്കണമെന്ന്. അപ്പോൾ ആ ബ്രെഡ് പൗഡറിലേക്ക് ഇട്ടിട്ട് ഞാൻ ഇതൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ബ്രെഡ് പൗഡർ ഇല്ലെങ്കിൽ കോക്കനട്ട് പൗഡർ, അതായത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ അതില്ലാത്ത സ്ഥിതിക്ക് നമുക്കിതുപോലെ ബ്രെഡ് പൗഡർ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അപ്പോൾ നമ്മുടെ സ്വീറ്റ് ഏകദേശം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കൊരു ഡെക്കറേഷന് വേണ്ടി ഇതിലേക്ക് പിസ്ത ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫയർലെസ് സ്വീറ്റ് റെസിപ്പി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കുട്ടികൾക്ക് എന്ന പോലെ വലിയവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയായിരിക്കും. സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഇത് യൂസ്ഫുൾ ആകും എന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ അറേസ് വേൾഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളായിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.